കഴിഞ്ഞ ദിവസം ബെൻസ് സിനിമയെ കുറിച്ച് ഒരു ഡീകോഡ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഡ്യുവാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഒരാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന രണ്ട് തരം സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാറ്റം, അതിനെ ട്വിൻ ഫിഷുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. ഞാൻ പ്രതീക്ഷയിലും വലിയ രീതിക്കുള്ളൊരു മെസ്സേജുകളായിരുന്നു, ഒരുപാട് മെസ്സേജുകൾ, ഹിഡൻ ഡീറ്റെയിലുകളായിരുന്നു കുറേയധികം ആൾക്കാർ മെസ്സേജ് ചെയ്തായിരുന്നത്. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചിരുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതിനകത്ത് ആക്ച്വലി രണ്ട് നിവിൻ പോളി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റൊരു പ്രൂഫ് കൂടിയുണ്ട്. കൂടാതെ ലിയോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടേക്കുന്ന ഓൾട്ടർ ഈഗോ എന്ന് പറയുന്ന കഥാപാത്രം വീണ്ടും തിരിച്ചു വരാനായിട്ട് പോവാണ്. വിജയ് ഫാൻസിനൊക്കെ ഇന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. കാരണം അക്കോർഡിംഗ് ടു ദ റീസെന്റ് റിപ്പോർട്ട് ഒരു കിഡിലൻ അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിജയ് തിരിച്ചു വരാനായിട്ട് പോവാണ്. എന്താന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ബെൻസ് എന്ന സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. വാൾട്ടർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെയിം മൈ നെയിം വാൾട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിഡിലൻ ഒരു പ്രോമോ പുറത്തുവിട്ടായിരുന്നു. പ്രോമോക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായെങ്കിലും അതിന്റെ ഹിഡൻ ഡീറ്റെയിൽ മനസ്സിലാക്കിയതിനു ശേഷം വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പല ആൾക്കാർക്കും അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളൊരു കാര്യം പിടികിട്ടി. പക്ഷേ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സിനിമയ്ക്കകത്ത് വരുന്ന നിവിൻ പോളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് ക്യാരക്ടേഴ്സ് ആണ്, രണ്ട് പേരാണ്, ഡ്യുവൽ റോൾ ആണ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് കൃത്യമായിട്ട് ചോദിച്ചായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഈ ഇമേജ് നിവിൻ പോളിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ നിന്ന് ശരിക്കും സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ കാണിക്കുന്ന ഈ കഥാപാത്രത്തിന്റെ മുഖത്തായിട്ട് കുറച്ച് പാടുകളും മറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ നെറ്റിയിലായിട്ട് ഒരു പാട് കാണാൻ സാധിക്കുന്നുണ്ട്, കവിളുമയായിട്ട് രണ്ട് പാട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് റിയൽ ആയിട്ട് നിൽക്കുന്ന ഇവിടെയുള്ള ഈ നിവിൻ പോളിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതേ പാടുകൾ തന്നെയാണ്. ആ കവിളിലും നെറ്റിയിലുമായിട്ട് സെയിം പാടുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യുവാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് സിനിമയ്ക്കകത്ത് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് 100% ഓർപ്പിക്കാനായിട്ട് പറ്റും. അതായത് ഒരു നിവിൻ പോളിയുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന രണ്ട് തരം ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ അയാളുടെ തോട്ടിൽ വരുന്ന ഒരു ക്യാരക്ടേഴ്സ് ആണ് ശരിക്കും ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ട്വിൻ ഫിഷ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, ആ ഒരു സിമ്പിളിന്റെ മീനിങ്, ഒരു ആസ്ട്രോളജിക്കൽ മീനിങ് വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ട് തരം ക്യാരക്ടേഴ്സിനെയാണ് അവിടെ കാണിക്കുന്നത്. ഒന്ന് റിയാലിറ്റി, മറ്റൊന്ന് ഫാന്റസി. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന രണ്ട് തരം ക്യാരക്ടേഴ്സ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു എവിഡൻസ് തന്നെയാണ് ഈ ഒരു രണ്ട് ഇമേജുകളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ലിയോ സിനിമ കണ്ടേക്കുന്ന സമയത്ത് നമ്മൾ ഓൾട്ടർ ഈഗോ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരാളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന മറ്റൊരു തരം ക്യാരക്ടർ. ലിയോ ആൻഡ് പാർത്ഥിവ് എന്ന് പറയുന്ന അവരുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു ട്രാൻസിഷൻ നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ലിയോ കണ്ടേക്കുന്ന സമയത്ത് നമ്മൾ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലിയോ സിനിമയ്ക്ക് ശേഷം ഒരു പാർട്ട് 2 ഉണ്ടാവുമെന്നുള്ളൊരു കാര്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ അതിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നേക്കാണ്. ലിയോ 2 ആക്ച്വലി സംഭവിക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അക്കോർഡിംഗ് ടു ദ റീസെന്റ് റിപ്പോർട്ട് 2026 ശേഷം വിജയ് ആക്ച്വലി 4 സിനിമകൾ ചെയ്യുമെന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനകത്ത് 2 സിനിമകൾ എന്ന് പറയുന്നത് ലോകേഷ് കനകരാജിന്റെ തന്നെ സിനിമകളാണ്. ഒന്ന് ലിയോ 2 എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. നമുക്കറിയാം LCU സിനിമയ്ക്കകത്ത് ലിയോ വന്നേക്കുന്ന സമയത്ത് ലിയോ ഇല്ലാതെ ഈ യൂണിവേഴ്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര രസകരമായിരിക്കില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അത് ഓൾറെഡി ലോകേഷ് കനകരാജിന്റെ ഒരു ഇന്റർവ്യൂക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലിയോ 2 2026 ശേഷം സംഭവിക്കുമെന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ലോകേഷ് കനകരാജിന്റെ തന്നെ മറ്റൊരു സിനിമയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡ്രീം പ്രൊജക്ട് ആയിട്ടുള്ള മാസ്റ്റർ 2 എന്ന് പറയുന്ന ഒരു സിനിമ കൂടി സംഭവിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതുകൂടാതെ കാർത്തിക് സുബ്രാജുമായിട്ട് ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് നിന്നായിരുന്നു. ഈ പ്രൊജക്ടുകളെല്ലാം പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന 2 പ്രൊജക്ടുകൾ കൂടി അതൊക്കെ ചെയ്യുമെന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. പൊളിറ്റിക്സിലോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയായിരിക്കും സിനിമ ചെയ്യാന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും ഒരു പിടിയില്ല. പക്ഷേ അക്കോർഡിംഗ് ടു ദ റീസെന്റ് റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഇനിയും ഉണ്ടാകും, 4 സിനിമകളോളം ഉണ്ടാവുന്ന രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഒരു LCU സിനിമ എന്ന് പറയുന്ന സമയത്ത് ബെൻസ് എന്ന് പറയുന്ന ഒരു LCU സിനിമയാണ്, ലിയോ എന്ന് പറയുന്ന ഒരു LCU സിനിമയാണ്. ഇവരുടെയൊക്കെ ഒരു പരസ്പര ഇന്റഗ്രേഷനുകൾ സംഭവിക്കുമെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഡ്യുവാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വാൾട്ടറിനകത്ത് കാണിക്കുന്ന സമയത്ത് ഓൾട്ടർ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞുകൂടായികയില്ല എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ഇതുകൂടാതെ തന്നെ സ്റ്റാർ കാസ്റ്റുകൾ മറ്റൊക്കെ കൂടി പറയുന്ന സമയത്ത് ഇപ്പോൾ വരുന്ന റീസെന്റ് റിപ്പോർട്ടുകൾ അത് കൺഫേം ആയിട്ടില്ല. അതിനുശേഷം കൃത്യമായിട്ട് പറയാം, ലിയോ സിനിമയ്ക്കകത്ത് വന്നേക്കുന്ന അതേ തന്നെ സ്റ്റാർ കാസ്റ്റുകൾ ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്, ബെൻസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് എന്നുള്ള രീതിക്കുള്ള അപ്ഡേറ്റുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. കൃത്യമായിട്ടുള്ള സോഴ്സുകൾ നമുക്ക് കിട്ടിയതിന് ശേഷം അതിന്റെ കൃത്യം അപ്ഡേറ്റുകൾ പറയുന്നതായിരിക്കും. പക്ഷേ ഇത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. ബെൻസ് സിനിമയ്ക്കകത്ത് ലിയോ സിനിമയ്ക്കകത്തുള്ള പല സ്റ്റാർ കാസ്റ്റുകൾ വരുന്നുണ്ട് എന്നുള്ള രീതിക്ക്, പ്രത്യേകിച്ച് ഫീമെയിൽ ലീഡ് കാസ്റ്റുകൾ വരുന്നുണ്ട് എന്നുള്ള രീതിക്കുള്ള അപ്ഡേറ്റുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മാർക്കോ സിനിമ കണ്ടതിന് ശേഷം നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, മാർക്കോയ്ക്ക് ശേഷം ഒരു മാർക്കോ 2 സംഭവിക്കുമെന്നുള്ളൊരു കാര്യമാണ്. കാരണം ആ സിനിമയിൽ സംഭവിച്ചിരിക്കുന്ന സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് അതിന്റെ ഒരു കാരണമായിരുന്നത്. ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു സിനിമ അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള സിനിമ എന്ന് പറയുന്ന സമയത്ത് അതിലൊരു 2ാം പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഇവിടെ ഉണ്ടാവുന്ന ഒരു കാര്യം എനിക്കറിയാം. എനിവേസ് മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അടുത്തായിട്ട് സംഭവിക്കാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് മാർക്ക് 2 അല്ല, കാട്ടാളൻ എന്ന് പറയുന്ന സിനിമയാണ്.
ക്യൂബ്സ് എന്റർടൈൻമെന്റ് തന്നെ അതേ തന്നെ പ്രൊഡക്ഷന്റെ തന്നെ അതേ തന്നെ ടീമിന്റെ തന്നെ അടുത്ത സിനിമയാണ് കാട്ടാളൻ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. സോ കാട്ടാളൻ സിനിമയുടെ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതൊരു വയലന്റ് സിനിമ എന്നുള്ളൊരു കാര്യം മുന്നേ തന്നെ നമുക്ക് ഒരു അപ്ഡേറ്റ് കിട്ടിയായിരുന്നു. ആന്റണി പെപ്പെ ആയിരുന്നു ഈ സിനിമയിലുള്ള പ്രധാനപ്പെട്ട നായകൻ എന്നുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. അപ്പോൾ അറിയാലോ, പ്യുവർ വയലൻസ് ഉള്ള ഒരു സിനിമയായിരിക്കും, നല്ല ഇടിയുള്ള ഒരു പടമായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിവേസ് കഴിഞ്ഞ ദിവസം സിനിമയുടെ കാസ്റ്റുകൾ ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. ആൻഡ് അത് ഭയങ്കര ഞെട്ടിക്കുന്ന രീതിക്കുള്ള കാസ്റ്റ് തന്നെയാണ്. കാരണം മാർക്കോയിൽ നമ്മൾ കണ്ടേക്കുന്ന, നമ്മൾ ഞെട്ടിച്ചേക്കുന്ന അതേ കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ സിനിമയിലും വരാനായിട്ട് പോകുന്ന എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത്. നമുക്കറിയാം കബീർ ദുഹാൻ സിംഗിന്റെ പെർഫോമൻസ് മാർക്കോ സിനിമയ്ക്കകത്തുള്ള അദ്ദേഹത്തിന്റെ ബ്രൂട്ടലായിട്ട് പെർഫോമൻസ് നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത് തിരിച്ചു വരാനായിട്ട് പോകുന്നു. കാട്ടാളൻ സിനിമയിലും പ്രധാനപ്പെട്ട വില്ലൻ വേഷം ചെയ്യാനായിട്ട് പോകുന്നത് കബീർ ദുഹാൻ സിംഗ് എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ടോണി ഐസക് എന്ന് പറയുന്ന മാർക്കോ സിനിമയ്ക്കകത്ത് ചെയ്തേക്കുന്ന നമ്മുടെ ജഗദീഷ് ഏട്ടൻ, അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത് വില്ലനായിട്ട് വരാനായിട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ കൂടി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടായിരുന്നു. എനിക്ക് മാർക്കോ സിനിമ കണ്ടേക്കുന്ന സമയത്ത് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു പി ജി എന്ന് പറയുന്നത് ടോണി ഐസക്കിന്റെ പി ജി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇൻട്രോ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും ആ ഒരു സ്റ്റൈലിംഗ് ആണെങ്കിലും. പക്ഷെ എത്രത്തോളം അദ്ദേഹം കൺവിൻസിംഗ് ആയിട്ട് ക്യാരക്ടർ ചെയ്തു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് കോമഡി റോളുകൾ കണ്ടതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കാട്ടാള സിനിമയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ബെറ്റർ ആയിട്ടുള്ള കൺവിൻസിംഗ് ആയിട്ട് പെർഫോമൻസ് ഉണ്ടാവുന്ന ഒരു കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ സിദ്ദിഖിന്റെ കഥാപാത്രം നമുക്കറിയാം, മാർക്കോയിലും ഇദ്ദേഹത്തിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിന് നമ്മൾ കണ്ടതന്നെയായിരുന്നു. അതേ തന്നെ ഷെയ്ഡിലുള്ള ഒരു വില്ലൻ ടോണിൽ വരുന്ന ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് സിദ്ദിഖിന്റെ കഥാപാത്രം കൂടി സിനിമയ്ക്കകത്ത് വരാനായിട്ട് പോകുന്നത്. ഇതും ഒഫീഷ്യലായിട്ട് ക്യൂബ്സ് എന്റർടൈൻമെന്റ് തന്നെ പുറത്തേക്ക് വിട്ടേക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. കൽക്കി സിനിമ കണ്ടതിന് ശേഷം നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കൽക്കിയുടെ പാർട്ട് 2 എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ടല്ലേ. പക്ഷേ ആക്ച്വലി കൽക്കിക്ക് മുന്നേ തന്നെ വേറൊരു ചാപ്റ്റർ കൂടി ഇവിടെ മലയാള സിനിമയിൽ നിന്ന് തന്നെ ഓൺ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം DQന്റെ വേഫെയർ പ്രൊഡക്ഷൻസിന്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയൊരു യൂണിവേഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് തന്നെ അവർ പുറത്തുവിട്ടായിരുന്നു. യൂണിവേഴ്സ് പറയുന്ന സമയത്ത് അറിയാലോ, പല സിനിമകൾ കൂടിയിട്ട് ഒരു യൂണിവേഴ്സിന്റെ അകത്ത് കൊണ്ടുവരുന്ന തരത്തിൽ ഒരു മലയാള യൂണിവേഴ്സ്, മറ്റൊരു പുതിയൊരു മലയാള യൂണിവേഴ്സ് ആണ്, മലയാള സിനിമയിൽ നിന്ന് വരുന്ന ഒരു യൂണിവേഴ്സിനോട് രീതിക്കായിരുന്നു ഒരു അപ്ഡേറ്റ് വന്നിരുന്നത്. ആ യൂണിവേഴ്സിൽ നിന്നുള്ള ഫസ്റ്റ് സിനിമയുടെ ഒരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ലോക എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് എന്ന് പറയുന്നത്. ലോക എന്ന് പറയുന്ന ഈ ഒരു യൂണിവേഴ്സിനകത്ത് ചാപ്റ്റർ 1 എന്നുള്ള രീതിക്ക് ചന്ദ്ര എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇപ്പോൾ ഒരു പുറത്തുവിട്ടേക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് നമുക്ക് കൽക്കി സിനിമയ്ക്ക് ഓർമ്മ വരുമല്ലോ. ആ ഒരു ഷെയ്ഡും കളർ ടോണും ഡ്രസ്സിങ്ങും മറ്റും കാണുന്ന സമയത്ത് കൽക്കി സിനിമ പോലെ നമുക്ക് ഓർമ്മ വരും. ഇതൊരു ഫാന്റസി മൂവി എന്നുള്ള രീതിക്കാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. കാരണം ഈ ഒരു പോസ്റ്ററിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് കാണുന്ന സമയത്ത് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ എത്രത്തോളം മലയാള സിനിമയ്ക്ക് ഇത്രയും ബഡ്ജറ്റ് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം അറിയില്ല. പക്ഷെ മലയാള സിനിമ എന്നും മറ്റു സിനിമകൾക്ക് കൂടി ഒരു അത്ഭുതം എന്നുള്ള രീതിക്കുള്ള ഒരു കാര്യം പറയുന്ന സമയത്ത് മലയാള സിനിമയിൽ നിന്ന് വരുന്ന ഒരു അടിപൊളി ഒരു യൂണിവേഴ്സ് തന്നെയായിരിക്കും ഈ ഒരു ലോക എന്ന് പറയുന്ന യൂണിവേഴ്സ് എന്നൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നസ്ലനാണ് ഈ സിനിമയിൽ ഒരു പ്രധാന റോൾ വരാനായിട്ട് പോകുന്നത്. ആൻഡ് കല്യാണ പ്രിയദർശനാണ് ഈ സിനിമയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ലീഡായിട്ട് വരുന്നുള്ള രീതിക്കാണ് ഈ ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കുന്നത്. നിങ്ങൾ എത്ര പേര് ചോട്ട മുംബൈ സിനിമ കണ്ടു എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ചോട്ട മുംബൈ കാണാത്തവരൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ റിലീസ് നല്ല കിടിലൻ ആംബിയൻസ് ഉള്ള തിയേറ്റേഴ്സിൽ എത്ര പേര് കണ്ടു എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. പേഴ്സണലി ബീങ് എ ചാലക്കുടിക്കാരൻ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചാലക്കുടിയിൽ ഇപ്പോൾ ഒരു ആഘോഷരാവാണ്. കാരണം ഇന്ന് വർക്കിംഗ് ഡേയുടെ അന്ന് പോലും ചാലക്കുടി സുരഭി തിയേറ്ററിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടിലൻ റെസ്പോൺസ് ആണ്. ആൾക്കാർ വന്ന് സിനിമ കാണുന്നു, ആഘോഷിക്കുന്നു, അടിച്ച് പൊളിച്ചിട്ടാണ് പിള്ളേരൊക്കെ പോകുന്നത്. സോ ചോട്ട മുംബൈയുടെ ഒരു റിലീസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം മോഹൻലാലിന്റെ എല്ലാ സിനിമകൾക്കും ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസുകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ചോട്ട മുംബൈ ഇതിനെ എല്ലാം കടത്തിവിടുന്ന തരത്തിൽ തന്നെയാണ്. പേഴ്സണലി ഒരു തിയേറ്റർ അനുഭവം എന്നുള്ള രീതിക്ക് നമുക്ക് സമ്മാനിച്ചേക്കുന്ന രീതിക്കുള്ള ഒരു റിലീസ് തന്നെയാണ് ചോട്ട മുംബൈയുടെ റിലീസ്. എത്ര പേര് ഈ സിനിമ കണ്ടു എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പേഴ്സണലി ഒരു ലാലേട്ട ഫാൻ എന്നുള്ളതിന്റെ അപ്പുറത്തോട്ട് ഒരു ചോട്ട മുംബൈ സിനിമ എന്നുള്ളൊരു എന്റർടൈൻമെന്റ് വാല്യൂ വെച്ച് പറയുകയാണെങ്കിൽ തന്നെ തിയേറ്ററിൽ കാണേണ്ട ഒരു സംഭവം എന്നുള്ളൊരു കാര്യം തോന്നിപ്പോയി. കാരണം പുതിയ സിനിമയ്ക്ക് പോലും കിട്ടാത്ത രീതിക്കുള്ള ഒരു അക്സെപ്റ്റൻസും ഒരു കൈൻഡ് ഓഫ് ഒരു എൻജോയ്മെന്റ് ആയിരുന്നു ഈ സിനിമയ്ക്ക് കിട്ടിയായിരുന്നത്. തിയേറ്ററിൽ ഫോൺ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല, എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നു, വീഡിയോകൾ എടുക്കുന്നു, എൻജോയ് ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു. ഒരു കിടിലൻ ഒരു പരിപാടി തന്നെയായിരുന്നു ചോട്ട മുംബൈയുടെ റിലീസ്. എത്ര പേര് കണ്ടു എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. LCU സിനിമയ്ക്കകത്ത് വരുന്ന പല ക്യാരക്ടേഴ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ബെൻ സിനിമയ്ക്കകത്ത് പല ക്യാരക്ടേഴ്സും കയറി വരുന്ന സമയത്ത് ഇതൊരു പ്രോപ്പർ LCU സിനിമ ആയിരിക്കുമോ? ആൻഡ് ബെൻ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഡ്യുവാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്ന സമയത്ത് ഒരു നിവിൻ പോളി തന്നെ ആയിരിക്കുമോ എന്നുള്ളൊരു, എന്താണ് നിങ്ങളുടെ ഒരു അസംഷൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ബൈലോ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടെ നോട്ടിഫിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ സൈനിങ് ഔട്ട്.